അമേരിക്കയ്ക്ക് ആശങ്കയുണ്ടാകുന്ന പുതിയൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. പ്രകടമായി ഇറാനൊപ്പം റഷ്യയെ കാണുന്നില്ലെങ്കിലും രഹസ്യമായി ഇറാന് വേണ്ട സഹായങ്ങളെല്ലാം റഷ്യ നൽകുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ യുദ്ധമേഖലയിൽ നിന്നുള്ള വിവരം. ഇറാനോടൊപ്പം റഷ്യ നിഴലായുണ്ടെന്നും ഇറാൻ എവിടെയെങ്കിലും ക്രമം വിട്ട് വീഴുന്നത് കണ്ടാൽ റഷ്യ രംഗത്ത് വരും എന്നുള്ളതുമാണ് ഏറ്റവും പുതിയ വിവരം. കൃത്യമായി ഇറാന് ആക്രമിക്കാനുള്ള മേഖലകളുടെ വിവരങ്ങളും തന്ത്രപ്രധാനമായ വിവരങ്ങളും ഇറാന് കൈമാറുന്നത് റഷ്യയാണെന്നാണ് ഒടുവിൽ അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത്. അത്തരമൊരു വിവരം റഷ്യ പിന്നിലുള്ളതുകൊണ്ടാണ് ജോർദാനിലെ തങ്ങളുടെ തന്ത്രപ്രധാനമായ റഡാർ സിസ്റ്റത്തെ ആക്രമിക്കാൻ കഴിഞ്ഞതും ആ ആക്രമണങ്ങൾ കൊണ്ട് കനത്ത നഷ്ടമുണ്ടാക്കിയതുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. കൂടാതെ ടെല്ലവീവിന് മുകളിൽ നക്ഷത്രങ്ങൾ പോലെ കൊഴിഞ്ഞു വീണ ക്ലസ്റ്റർ ബോംബുകളും യഥാർത്ഥത്തിൽ ഇറാൻ്റെ ആയുധശേഖരത്തിലുള്ളതല്ല, മറിച്ച് ചൈനയോ റഷ്യയോ നൽകിയതാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായി അടിച്ചമർത്തുക എന്ന് പറയുന്ന തന്ത്രം ഇനി അത്രമേൽ അങ്ങോട്ട് വിലപ്പോവില്ല എന്ന സന്ദേശം ഈ അക്രമത്തിലൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ രീതിയിലൂടെ ഇപ്പോൾ മനസ്സിലാകുന്നു എന്നതാണ് സ്ഥിതിവിശേഷം. റഷ്യയ്ക്കും ചൈനയ്ക്കും പശ്ചിമേഷ്യയിലുള്ള ആകെ ഉറച്ച ബന്ധമാണ് ഇറാൻ്റേത്. പക്ഷേ റഷ്യയ്ക്ക് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റും മറ്റു പല വാണിജ്യ കച്ചവട താൽപ്പര്യങ്ങളും ഇരുവർക്കും ഇടയിലുണ്ട്. എന്നാൽ ആ ബാധ്യത അമേരിക്കയോട് റഷ്യയ്ക്കില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കില്ലെങ്കിലും അമേരിക്കയെയും ഇസ്രയേലിനെയും ആക്രമിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ നൽകുകയും തന്ത്രപ്രധാനമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യ നിർവഹണത്തിന് റഷ്യ പിന്നിലുണ്ട് എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ആ വിലയിരുത്തലിലേക്ക് എത്തിയെന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് പോലെയുള്ള ഒരു ആക്രമണമായിരുന്നില്ല ഇത്തവണത്തെ പ്രത്യാക്രമണം. കൃത്യമായ സ്ഥലങ്ങളിൽ അടിച്ചു, ടെല്ലവീവിലെ നിരവധി കെട്ടിടങ്ങൾ തകർത്തു എന്ന് മാത്രമല്ല പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ വളരെ കൃത്യമായ ഇൻഫർമേഷൻ ഇറാന് നൽകുന്നത് റഷ്യയാണത്രേ. അതുകൊണ്ടാണ് ഖത്തറിലുള്ള US ബേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റഡാർ സിസ്റ്റവും അതുപോലെ തന്നെ ജോർദാൻ എയർപോർട്ടിൽ സ്ഥാപിച്ചിരുന്ന വ്യത്യസ്ത റഡാറുകളുടെ ഏകോപന സംവിധാനവും തകർക്കാനായത്. അതിൻ്റെ സാമ്പത്തിക നഷ്ടത്തെക്കാൾ ഉപരി അത്തരം ഏകോപന സംവിധാനങ്ങൾ തകർത്താൽ അത് ഈ ഇറാൻ്റെ മിസൈലുകൾ പ്രതിരോധിക്കുന്നതിനുള്ള എല്ലാ തന്ത്രപ്രധാനമായ കഴിവും അമേരിക്കയ്ക്കും ഇസ്രയേലിനും നഷ്ടപ്പെടും. ഇറാനാകട്ടെ മിസൈൽ ടെക്നോളജിയിൽ മറ്റേത് രാജ്യത്തെക്കാളും കരുത്തുള്ള ബാലിസ്റ്റിക് മിസൈലും ഹ്രസ്വ ദീർഘദൂര മിസൈലുകളുടെയും ഒരു അപാര ശേഖരം തന്നെയുണ്ട്. അതുകൂടാതെയാണ് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി ചൈനയിൽ നിന്നും മറ്റും വിവിധ ആയുധങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നത്. ചുരുക്കത്തിൽ എളുപ്പം എടുത്തുകൊണ്ടോടാം എന്ന് വിചാരിച്ച് തുടങ്ങിയത് അത്രമേൽ വേഗത്തിൽ സാധ്യമാകില്ലെന്ന ബോധ്യമാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഒരു 3 ആഴ്ച ഇറാന് പിടിച്ചു നിൽക്കാനായാൽ അമേരിക്കയ്ക്ക് സന്ധിയല്ലാതെ വേറെ മാർഗം മുന്നിലില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പൂർണ്ണമായും കീഴടക്കാതെ സന്ധി ചെയ്താലുണ്ടാകാവുന്ന തിരിച്ചടിയെ സംബന്ധിച്ചും കടുത്ത ഭയമുണ്ട് താനും.